നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ സംഘർഷം, അതിൽ തോൽവി അനുഭവിച്ചറിഞ്ഞതാര്, വിജയിച്ചതാര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ട്രംപ് തന്നെ നൽകുന്നു. റഷ്യ വിജയിച്ചിരിക്കുന്നു, എല്ലാം നേടിയെടുത്ത് ഉക്രൈൻ്റെ പല ഭാഗങ്ങളും സ്വന്തമാക്കി വിജയശ്രീലാളിതനായി പുടിൻ മാറും. പുടിനെ ചേർത്ത് നിർത്തി ട്രംപിൻ്റെ പടയോട്ടം തന്നെയായിരിക്കും, ഒരു തേരോട്ടം തന്നെയായിരിക്കും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ നാം കാണേണ്ടി വരുന്നത്. സെലൻസ്കിയെ താഴെ ഇറക്കി അവിടെ റഷ്യയുടെ താല്പര്യത്തോടു കൂടി ഒരു ഭരണാധികാരിയെ കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് തന്നെയാണ് ട്രംപും കടക്കുന്നത്. അങ്ങനെ പുടിനും ട്രംപും ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ ലോകശക്തിയായി അമേരിക്ക വീണ്ടും ഒരുപടി മുന്നിലേക്ക് ഉയരുകയാണ്. യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത തെളിഞ്ഞു. അവസാനിപ്പിക്കാനായി സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയും അവസാനിച്ചു. ഒരു കാരണവശാലും ഇനി ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്നാണ് അമേരിക്കയും റഷ്യയും ഒരുപോലെ തന്നെ ചർച്ചയിൽ സമ്മതിപ്പിച്ചത്. എന്നാൽ ഈ സാഹചര്യത്തിൽ കടുത്ത എതിർപ്പുമായി ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത് വന്നപ്പോൾ സെലൻസ്കിയെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ട്, വിമർശിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നുണ്ട്. സെലൻസ്കി സ്വേച്ഛാധിപതിയാണെന്നാണ് ട്രംപ് പറയുന്നത്. വേഗത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ രാജ്യം പോലും സെലൻസ്കിക്ക് നഷ്ടമാകുമെന്നാണ് തൻ്റെ ട്രൂത്ത് അക്കൗണ്ടിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വേണ്ട വിധത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടില്ല എങ്കിൽ സെലൻസ്കി പോലും ഇനി അവശേഷിക്കില്ല എന്നുള്ളതും ഒരു താക്കീതായി തന്നെ കൊടുത്തിരിക്കുകയാണ് ട്രംപ് ജീവിക്കുന്നത് റഷ്യൻ നുണകളിലാണെന്നാണ് സെലൻസ്കി പ്രസ്താവന ഇറക്കിയത്. അതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ വിമർശനം ഉയർത്തിയത്. 2022 റഷ്യ ആരംഭിച്ച അധിനിവേശത്തിന് ഉത്തരവാദി ഉക്രൈനാണെന്നും ഉക്രൈൻ നേതാവിന് പൊതുജനങ്ങളുടെ ഇടയിൽ 4% മാത്രമാണ് ഇപ്പോഴുള്ള അംഗീകാരമെന്നുമാണ് ട്രംപ് നേരത്തെ വിമർശിച്ചത്. ഈ യുദ്ധത്തെ നേരത്തെ അവസാനിപ്പിക്കാമായിരുന്നു. ഉക്രൈൻ്റെ ഭാഗത്തുനിന്നുള്ള പിടിപ്പുകേട് മൂലം തന്നെയാണ് ഇത് മുന്നോട്ട് പോയത്. ഇതിനുള്ള മറുപടിയായി തന്നെയാണ് സെലൻസ്കി റഷ്യൻ നുണകളിൽ ട്രംപ് ജീവിക്കുന്നുവെന്ന് പറഞ്ഞതും അസത്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നതെന്നും തിരിച്ചടിച്ചത്. ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചയിലേക്ക് ഉക്രൈന് ക്ഷണം കിട്ടാത്തത് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. പക്ഷേ ശരിയായ യാഥാർത്ഥ്യം എന്തെന്നാൽ അമേരിക്കയും റഷ്യയും ചേർന്ന അനുനയത്തിലേക്ക് എത്തുകയും പുടിനും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. 2025 ഫെബ്രുവരി 17 യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ച അമേരിക്കയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്നത്. യുഎസിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ ചർച്ച. ഉക്രൈനുമായി ആലോചിക്കാതെയുള്ള സമാധാന ഉടമ്പടി അംഗീകരിക്കില്ല എന്ന് വോളോഡിമിർ സെലൻസ്കി അന്ന് പ്രതികരിച്ചു. എന്നാൽ റഷ്യ US ഉച്ചകോടി ഉയർന്ന നിലവാരം പുലർത്തിയെന്നാണ് പുടിൻ ഇതിന് ശേഷം പറഞ്ഞത്. പുടിൻ്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർവമായ ഒരു സൂചന നൽകുന്നു. സാമ്പത്തിക വിഷയങ്ങൾ, ഊർജ്ജ വിപണികൾ, ബഹിരാകാശം, മറ്റു മേഖലകൾ എന്നിവയിലൊക്കെ തന്നെ അമേരിക്കയും റഷ്യയും സഹകരിച്ച് മുന്നോട്ട് പോകുന്നുവെന്നാണ് പുടിൻ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ ഈ വിഷയം അത് അവസാനിപ്പിക്കാനായി സാധിക്കും. ലോക സമാധാനം പുലരാനായി ഇത് വലിയൊരു തീനാളമായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല. ഉക്രൈനും യൂറോപ്പും ചർച്ചകളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ പുടിന് അനുകൂലമായ ഒരു സമാധാന കരാറായിരിക്കും ട്രംപ് സമ്മർദ്ദം ചെലുത്തുക എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നാറ്റോയും യൂറോപ്യൻ രാജ്യങ്ങളുമൊക്കെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സാഹചര്യം, അവരുടെ പ്രാധാന്യം പോലും ഇല്ലാതാക്കിയിരിക്കുന്നു ഒരൊറ്റ ചർച്ചയിലൂടെ പുടിൻ. യുദ്ധത്തിലൊരു പ്രധാന സൈനിക പങ്കാളിയായ അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഉക്രൈൻ അതിജീവിക്കാൻ സാധ്യത പോലുമില്ല എന്നാണ് നേരത്തെ സെലൻസ്കി പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ പിന്തുണ പാടെ നഷ്ടമായിരിക്കുന്നു. എന്തായിരുന്നാലും ഇനി യുദ്ധം അവസാനിപ്പിക്കാതെ അമേരിക്കയും റഷ്യയും മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകൾ അനുസരിക്കാതെ മുന്നോട്ട് നീങ്ങാൻ ഉക്രൈന് മറ്റും നിർവാഹങ്ങളൊന്നും തന്നെയില്ല. ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുമായി ചർച്ച നടത്താൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറായിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചർച്ചയിലൂടെ പറഞ്ഞിരുന്നു. 4 മണിക്കൂറിലധികമാണ് ഈ ചർച്ച നീണ്ടുപോയത്. സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ അമേരിക്കയും റഷ്യയും ഉന്നതതല സംഘത്തെയാണ് മധ്യസ്ഥരായി നിയോഗിച്ചിരിക്കുന്നത്. സുപ്രധാനമായ പല കാര്യങ്ങളും അവിടെ കൈക്കൊണ്ടിരിക്കുന്നു. അടുത്തയാഴ്ച തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയുണ്ട്. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിബന്ധനകളും ചർച്ചാ വിഷയമായി കഴിഞ്ഞ ദിവസം മാറിയിരുന്നു. യുദ്ധത്തിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ നേട്ടമുണ്ടാകുന്നത് റഷ്യയ്ക്ക് തന്നെയാണ്. അതിനുള്ള കാരണവും ഒട്ടനവധിയുണ്ട്. സാമ്പത്തികമായി വ്യാപാര മേഖലയിലൊക്കെ തന്നെ ചുമത്തിയിരിക്കുന്ന ഉപരോധം യുദ്ധത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ അതൊക്കെ നീക്കാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. യൂറോപ്യൻ സഖ്യകക്ഷികളെ മാറ്റി നിർത്തിയാണ് ട്രംപ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ആസൂത്രണം ചെയ്തത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ വിഷയം തന്നെയാണ്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളും ഉണ്ടായിരുന്നു. ട്രംപിൻ്റെ പ്രധാനപ്പെട്ട ഇടപെടൽ, ട്രംപിൻ്റെ നേതൃത്വം, അതിനെ തുടർന്ന് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് നീങ്ങുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള സൂചനകൾ പുടിനുമായി നേരത്തെ തന്നെ ഫോണിൽ ട്രംപ് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ട്.
സമാധാന ചർച്ചയിൽ ഉക്രൈനിലെ ഉദ്യോഗസ്ഥർക്കും യൂറോപ്യൻ യൂണിയൻ നേതാക്കൾക്കും ക്ഷണമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏവരെയും അലോസരപ്പെടുത്തിയതും. അതുകൊണ്ട് ഇതെത്രത്തോളം ഫലപ്രദമാകുമെന്ന ചോദ്യം പലരും ഉയർത്തിയിരുന്നു. പക്ഷേ ഇത് ഫലപ്രദമായേ തീരൂ എന്നുള്ള കർശനമായ താക്കീതാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. ഉക്രൈൻ സമ്മതിച്ചില്ലെങ്കിൽ ഉക്രൈനെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള നീക്കങ്ങൾ പുടിന് ചെയ്യാനായി നന്നായി അറിയാം. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.